നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് നോട്ടീസ് അയച്ച് എക്സൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം. തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് വാസിയായിട്ടുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയെയും മറ്റ് നടന്മാരെയും അറിയാമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിരുന്നു. തസ്ലീമയെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോയും കൊച്ചിയിൽ അറസ്റ്റിലായപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വ്യക്തത വരുത്തും. ഇടപാടെല്ലാം സ്റ്റേറ്റ് വിട്ട് ഒളിവിൽ കഴിയവേ മരുന്നുമായി കച്ചവടത്തിനിറങ്ങി. ഫവാസ് MDMAയുമായി പിടിയിൽ. നെയ്യാറ്റിൻകരയിൽ നിരവധി ക്രിമിനൽ മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ MDMAയും കഞ്ചാവുമായി എക്സൈസ് പിടികൂടി. തൃശൂർ സ്വദേശിയായ ഫവാസാണ് 36.44 ഗ്രാം MDMAയും 20 ഗ്രാമോളം കഞ്ചാവുമായി പിടിയിലായത്. ഹൈദരാബാദിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് കേസുള്ളതിനാൽ ഒളിവിൽ താമസിച്ചു വരവേ മയക്കുമരുന്ന് കച്ചവടത്തിനിറങ്ങിയപ്പോഴാണ് പ്രതി എക്സൈസ് സംഘത്തിന്റെ കയ്യിൽപ്പെടുന്നത്. അന്തർ സംസ്ഥാന ഡ്രഗ് ഡീലർ എന്നാണ് പിച്ചാത്തി ഫവാസ് അറിയപ്പെടുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെയും പാർട്ടിയുടെയും 15 ദിവസം നീണ്ട നീക്കത്തിനൊടുവിലാണ് തന്ത്രപരമായി ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തോയ്ബയെന്ന് സൂചന. പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിച്ചത് സൈഫുള്ള കസൂരി. 2 തദ്ദേശീയർ ഉൾപ്പെടെ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത്. കാശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെയാണെന്നും അന്വേഷിക്കുന്നുണ്ട്. NIA സംഘം പഹൽഗാമിലേക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ബിജ്ബഹേര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത്. കോട്ടയം ഇരട്ടക്കൊലപാതകം. പ്രതി അമിത് പിടിയിൽ. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് പിടിയിൽ. തൃശൂർ മാളയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അമിത് ഒറ്റയ്ക്കാണ് അതിക്രൂര കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വിജയകുമാറിനെയും മീരയെയും ചോര വാർന്ന് മരിച്ച നിലയിൽ ഇരുമുറികളിലായി കണ്ടെത്തിയത്. വിജയകുമാറിന്റെയും ഭാര്യയുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. PV അൻവറുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നിർണായക ചർച്ച ഇന്ന്. മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ട് നിൽക്കുന്ന നിലമ്പൂർ മുൻ MLA PV അൻവറുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നിർണായക ചർച്ച ഇന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രവേശനം വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം. തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്റർ പദവി വഹിക്കുന്ന അൻവർ പാർട്ടി വിട്ട് പുറത്തു വന്നാൽ മുന്നണിയുമായി സഹകരിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. പുതിയ പാർട്ടി രൂപീകരിച്ചാലും മുന്നണിക്ക് പുറത്തു നിന്ന് സഹകരിപ്പിക്കാമെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ 10-ന് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ PV അൻവറിന് മുന്നിൽ കോൺഗ്രസ് മുന്നണി പ്രവേശനത്തിനുള്ള ഫോർമുല മുന്നോട്ട് വയ്ക്കുമെന്നാണ് വിവരം.